അങ്ങനെ സ്ക്യൂബ ഡൈവറിനെയൊക്കെ കണ്ടതിന് ശേഷം ഒരു ഐസ്ക്രീമൊക്കെ ചോദിച്ചു. അങ്ങനെ ഐസ്ക്രീമൊക്കെ വാങ്ങി കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് വേണം അടുത്ത സെക്ഷനിലോട്ട് കയറാം. അടുത്ത സെക്ഷനാണ് എനിക്ക് അവിടെ ഏറ്റവും ഇഷ്ടപ്പെട്ടത്. ഈ ഒരു സെക്ഷനാണ് കേട്ടോ ഈ ഒരു എക്സിബിഷനിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. പ്രത്യേകിച്ച് എനിക്ക് ആർട്ടും ക്രാഫ്റ്റും ഇഷ്ടമുള്ളത് കാരണം തന്നെ ഈ ഒരു ഏരിയ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എത്രത്തോളം ദിവസം അല്ലെങ്കിൽ ഒരു വർഷമെങ്കിലും മിനിമം എടുത്തിട്ടുണ്ടാവാം ഇത്രയും വലിയ ബ്യൂട്ടിഫുള്ളായിട്ട് എല്ലാ ഏജ് ഗ്രൂപ്പ്സിലുള്ളവർക്കും ഇഷ്ടമാവുന്ന രീതിക്ക് ഈ ഒരു ഏരിയ സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. പ്രത്യേകിച്ച് ഈ ബട്ടർഫ്ലൈയും പിന്നെ ഗ്രാസ് ഹോപ്പറും ബീറ്റിലും ഇതെല്ലാം ഇരുന്നിങ്ങനെ മൂവ് ചെയ്യുന്നത് കാണാൻ എല്ലാ കുഞ്ഞു കുട്ടികൾക്ക് വരെ ഭയങ്കര ഒരു എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു. കാരണം ഒറിജിനലിനെ വെല്ലുന്ന രീതിക്ക് അത്രത്തോളം പെർഫെക്റ്റ് ഫിനിഷിങ്ങിലൊക്കെയാണ് കേട്ടോ ഓരോന്നും ചെയ്തിരിക്കുന്നത്. നിനക്ക് ഒന്നും പറയാനില്ല, അത്രയ്ക്ക് ബ്യൂട്ടിഫുൾ ആണ് കേട്ടോ. നമ്മൾ ഈ വീഡിയോയിൽ കാണുന്നതിനേക്കാളും സൂപ്പറാണ് നേരിട്ട് കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ ഒരു എക്സിബിഷൻ എന്തായാലും നിങ്ങൾ കണ്ടിരിക്കേണ്ടതാണ്. കാരണം ഇത് കണ്ടിട്ട് ഇറങ്ങുമ്പോൾ നിങ്ങൾ പറയും എന്തായാലും 150 രൂപയ്ക്ക് ഒരു നഷ്ടവും ഇല്ല, ഇത് കാണാതെ പോയി കഴിഞ്ഞാൽ എന്തായാലും വൻ നഷ്ടമായി പോയേനേന്ന്. അത്രയ്ക്ക് സൂപ്പറാണ്. ഇതിനകത്ത് ഞങ്ങൾ ഒരുപാട് സമയം സ്പെൻഡ് ചെയ്തു. ഇനി ഫോട്ടോ എടുക്കണോ വീഡിയോ എടുക്കണോ അങ്ങനെയൊക്കെയുള്ള കൺഫ്യൂഷനിലാണ് അതിനകത്ത് നിന്നത്. ഒരുപാട് പേര് വന്ന് ഫോട്ടോ എടുക്കുന്നുണ്ടായിരുന്നു. കുട്ടികൾക്ക് ഓരോന്നിങ്ങനെ പറഞ്ഞു, കുറേ പേരൊക്കെ ഇങ്ങനെ പേടിച്ചൊക്കെ ഇരിക്കുന്നുണ്ട്, കുറേ പേര് അതിനടുത്തുനിന്ന് മാറാതെ നിൽക്കുന്നുണ്ട്. എന്തായാലും സംഭവം സൂപ്പറായിരുന്നു കേട്ടോ. കുറേ സമയം സ്പെൻഡ് ചെയ്തു. വെറുതെ ഇങ്ങനെ മൂവ്മെൻറ്റ് ഇല്ലാതിരിക്കുന്ന ആ ഫ്ലവേഴ്സ് വരെ അത്രത്തോളം വർക്ക് ചെയ്ത് അത്രത്തോളം ഫിനിഷിങ്ങിൽ ചെയ്തെടുത്തിരിക്കുന്നതാണ്. പിന്നെ ഇത് അവിടുത്തെ ഒരു ഭയങ്കര ഹൈലൈറ്റ് ഐറ്റമായിരുന്നു ഈ ഒരു ആമ. ഒരു വലിയൊരു റൂമിൻ്റെയൊക്കെ അത്ര ഉള്ളൊരു ആമ ഇങ്ങനെ മൂവ് ചെയ്തുകൊണ്ടേ ഇരിക്കുന്നു. ഒരുപാട് പേര് പേടിച്ച് കരയുന്നൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഒരു ടൈഗർ, ആന, പിന്നെ ഒരു ഡൈനോസർ. ഇവരുടെ എല്ലാവരുടെയും സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞാൽ അവരെല്ലാവരും ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ മൂവ്മെൻറ്റ് ചെയ്യുന്നുണ്ട്, ചെവി അനക്കുന്നുണ്ട്. ഞാൻ വീഡിയോ എടുക്കാൻ പോയപ്പോൾ ആ ഡൈനോസർ മൂവ് ചെയ്യുന്നില്ല. പിന്നെ ഹയക്ക് ഫേവറേറ്റ് ആയിട്ടൊരു സ്പോട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഞാനിത് യൂട്യൂബിൽ കണ്ടിട്ടേ ഉള്ളൂ അമ്മേ എനിക്കിതിൽ കയറണമെന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഒരു ഡാൻസിങ് സ്പേസിൽ കയറി. അപ്പോൾ നമ്മളുടെ ഫോൺ വെച്ചിട്ട് തന്നെ അവർ ഈ വീഡിയോ എടുത്തു തരും കേട്ടോ. അങ്ങനെ കുറച്ച് സമയം അവൾ നിന്ന് ഡാൻസ് ചെയ്തു. അവൾക്ക് ആ സ്പേസ് ഭയങ്കര ഇഷ്ടപ്പെട്ടു. നമുക്ക് പിന്നെ ഡാൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രത്യേക ഹരമാണല്ലോ. അത് കാരണം ആ സ്പേസിൽ നിൽക്കാൻ അവൾക്ക് ഒരുപാട് ഇഷ്ടമായി. പിന്നെ റോബോട്ട്സിൻ്റെ ഏരിയ ആണ് കേട്ടോ. 2 റോബോട്ട്സ് അവിടെ ഉണ്ടായിരുന്നു. പിള്ളേരെല്ലാം അതിൻ്റെ പുറകെ ഓടുന്നുണ്ടായിരുന്നു. കുറേ പേരൊക്കെ അതിനെ തടവുന്നുണ്ടായിരുന്നു. ഇതിങ്ങനെ ചില സമയത്ത് ജമ്പ് ചെയ്യുന്ന വീഡിയോ ഒന്നും എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. ഇതിങ്ങനെ നടക്കുന്നതും നിവർന്ന് നിന്ന് തൊഴുന്നതൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ കണ്ടില്ലേ പിള്ളേരെല്ലാം ചുറ്റും കൂടിയിട്ടുണ്ട്. അപ്പോൾ ഈ എക്സ്പോയുടെ ടൈമിംഗ് എന്ന് പറയുന്നത് വർക്കിംഗ് ഡേയ്സിൽ 2 to 9 PM, ഹോളിഡേയ്സിൽ 11 to 9 PM ആണ്. എന്തായാലും മസ്റ്റ് വിസിറ്റ് സ്പോട്ടാണ് കഴക്കൂട്ടത്തെ ടെക്നോ പാർക്കിൻ്റെ ഓപ്പോസിറ്റ്.